കാലം ചിലപ്പോൾ അങ്ങനെയാണ്. ഒരു വർഷം മുമ്പ് വരെ ടീമിൽ സ്ഥാനം പോലും ഉറപ്പില്ലാത്ത ഒരാൾ ഇതാ ഇന്ത്യൻ ക്യാപ്റ്റനാകാനുള്ള റേസിൽ മുന്നിലോടുന്നു. സഞ്ജു സാംസൺ ഇന്ത്യൻ T20 ടീമിൻ്റെ ക്യാപ്റ്റനായേക്കുമെന്നാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഒന്നാകെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് സഞ്ജു സാംസൺ? ഉത്തരം ലളിതമാണ്. നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഈ സെപ്റ്റംബറിൽ 36 വയസ്സ് തികയും. ഇനിയൊരു ലോകകപ്പ് വരെ അദ്ദേഹത്തിന് ബാല്യമുണ്ടാകുമെന്ന് കരുതുന്നില്ല. പൊതുവെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയും ക്യാപ്റ്റനെയും തിരഞ്ഞെടുക്കുന്നത് അടുത്ത ലോകകപ്പിലേക്കുള്ള മിഷൻ എന്ന നിലക്കാണ്. 2024 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം 2026 അവസാനിച്ചിരിക്കുന്നു. കൂടാതെ പ്രായം കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ക്യാപ്റ്റൻസിൽ തുടരാനുള്ള ക്ലെയിം സൂര്യകുമാർ യാദവിന് ഉന്നയിക്കാനുമാകില്ല. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ബാറ്റിംഗിൽ മോശം ഫോമിലാണ് സൂര്യകുമാർ. എന്നിട്ടും ടീമിൽ നിലനിർത്തിയതിൻ്റെ കാരണം ക്യാപ്റ്റനാണെന്ന പ്രിവിലേജ് ആയിരുന്നു. ലോകകപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഫോം വീണ്ടെടുത്തിരുന്നു എന്നത് മറക്കുന്നില്ല. ഇനി ലോകകപ്പിലേക്ക് വന്നാൽ ആദ്യ മത്സരത്തിൽ അമേരിക്കക്കെതിരെ മിന്നിയെങ്കിലും പിന്നീട് കാര്യമായ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള 8 ഇന്നിങ്സുകളിൽ 154 റൺസ് മാത്രമാണ് സൂര്യകുമാർ നേടിയത്. ഇനി നടന്നുകൊണ്ടിരിക്കുന്ന IPLിലേക്ക് വന്നാലോ 10 മത്സരങ്ങളിൽ നേടിയത് വെറും 195 റൺസ് മാത്രം. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ക്യാപ്റ്റനാക്കാനുള്ള മുംബൈയുടെ ആലോചനകളെയും സൂര്യയുടെ ഈ മോശം ഫോം ബാധിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കായി ഇന്ത്യൻ ടീം തയ്യാറെടുക്കുകയാണ്. ആദ്യം അയർലൻഡിനെതിരെയുള്ള 2 T20 മത്സരങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾക്ക് യോജിച്ച പരമ്പര തന്നെ. അത് തീർന്നാൽ പിന്നെ 5 മത്സരങ്ങളടങ്ങിയ ഇംഗ്ലണ്ട് പരമ്പര. ഈ പര്യടനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൽ IPL പെർഫോമൻസുകൾക്ക് വലിയ മുൻതൂക്കം ലഭിക്കും. ഈ സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവിനെ പുറത്തിരുത്തിയേക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ ടീമിലുണ്ടെങ്കിലും ക്യാപ്റ്റൻസിൽ നിന്നും മാറ്റിയേക്കാമെന്ന പോസിബിലിറ്റിയാണുള്ളത്. ക്യാപ്റ്റൻ സൂര്യകുമാർ അല്ലെങ്കിൽ പിന്നെ ആര്? BCCIക്ക് മുന്നിൽ 2 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, ശ്രേയസ് അയ്യർ. സത്യത്തിൽ ശ്രേയസ് അയ്യർ T20 ടീമിലേക്ക് എന്നോ വരേണ്ടയാളാണ്, പ്രത്യേകിച്ചും കഴിഞ്ഞ IPL സീസണിന് ശേഷം. പക്ഷേ ശുഭ്മാൻ ഗില്ലിനെയാണ് അന്ന് പകരം BCCI ടീമിലെത്തിച്ചത്. വൈസ് ക്യാപ്റ്റൻ പദവി കൂടി നൽകിയാണെന്ന് ഗില്ലിനെ കൊണ്ടുവന്നിരുന്നത്. ഗില്ലിനെ ക്യാപ്റ്റൻസിയിലേക്ക് ഉയർത്തുക തന്നെയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഗില്ലിൻ്റെ മോശം ഫോമും അതിനെ തുടർന്നുള്ള വിമർശനങ്ങളും കാരണം BCCIക്ക് തീരുമാനം മാറ്റേണ്ടി വന്നു. ശ്രേയസ് അയ്യരുടെ യോഗ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ല, പ്രത്യേകിച്ചും ക്യാപ്റ്റൻസിയെക്കുറിച്ച്. 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ചാമ്പ്യന്മാരാകുമ്പോൾ ശ്രേയസ് ആയിരുന്നു അമരത്തുണ്ടായിരുന്നത്. 2025 പഞ്ചാബിനെ ഒരു പതിറ്റാണ്ടിനു ശേഷം ഫൈനലിൽ എത്തിച്ചു. നടന്നുവരുന്ന സീസണിലും പഞ്ചാബിനെ മുന്നോട്ട് തന്നെ ശ്രേയസ് നടത്തുന്നുണ്ട്. ക്യാപ്റ്റനായതിനു ശേഷം ബാറ്റിംഗ് പെർഫോമൻസിലും കുറവ് വന്നിട്ടില്ല. സോ എക്സ്പീരിയൻസിന് കുറവൊന്നുമില്ല. പക്ഷേ ശ്രേയസിനെ ക്യാപ്റ്റനാക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം 2023 ഡിസംബർ 3 ശേഷം ശ്രേയസ് ഇന്ത്യക്കായി T20 കളിച്ചിട്ടില്ല. ഏറ്റവും അവസാനം കളിച്ച മത്സരത്തിൽ 37 പന്തിൽ 53 റൺസാണ് ശ്രേയസ് എടുത്തിരുന്നത്. ഈ 2020 ലോകകപ്പിന് മുന്നോടിയായി ന്യൂസിലാൻഡ് പരമ്പരയിൽ തിലക് വർമ്മക്ക് പകരം ഉൾപ്പെടുത്തിയെങ്കിലും അന്നും അവസരം കൊടുത്തില്ല. ഈ സ്ഥിതിക്ക് ശ്രേയസ് ഇന്ത്യൻ ടീമിലെ സ്ഥാനം പ്രൂവ് ചെയ്തിട്ട് മതി ക്യാപ്റ്റൻസി എന്നാണ് പരക്കെ ഉയരുന്ന വാദം. കൂടാതെ ശ്രേയസ് ആണെങ്കിൽ BCCIയുടെ ഗുഡ് ബുക്കിലുള്ള കുട്ടിയല്ല താനും. ഈ സാഹചര്യത്തിലാണ് സഞ്ജുവിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നത്. പ്രതിഭയുണ്ടെന്ന് ഉറപ്പായിട്ടും സഞ്ജുവിൻ്റെ വിശ്വാസ്യതയിൽ നേരത്തെ BCCIക്ക് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ T20 ലോകകപ്പിലെ അതിഗംഭീരമായ പെർഫോമൻസോടെ സഞ്ജു ആ ധാരണകളെ തിരുത്തി. കൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സ് കുപ്പായത്തിലും സഞ്ജു തകർപ്പൻ ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നത്. വൈകാതെ ചെന്നൈ ക്യാപ്റ്റനാകുമെന്നും പ്രതീക്ഷപ്പെടുന്നു. IPLിൽ രാജസ്ഥാൻ റോയൽസിനെ ദീർഘകാലം നയിച്ച പരിചയവും സഞ്ജുവിന് തുണയാണ്. ഇവരല്ലാതെയും പരിഗണിക്കാൻ പോകുന്ന സീനിയേഴ്സ് ഇന്ത്യൻ ടീമിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാർദിക് പാണ്ഡ്യ തന്നെ, സീനിയോറിറ്റിയിൽ ഇവരെക്കാൾ മുന്നിൽ. പക്ഷേ മുംബൈ ക്യാപ്റ്റൻ എന്ന നിലയിൽ പാണ്ഡ്യയ്ക്ക് ആ വിശ്വാസം കാക്കാനായിട്ടില്ല. നടന്നുവരുന്ന IPLിലും മോശം ഫോമിൽ തന്നെ. മറ്റൊരു സീനിയറായ ജസ്പ്രീത് ബുംറയാണെങ്കിൽ പരിക്കും വിശ്രമവും കാരണം ടീമിലെ സ്ഥിരം സാന്നിധ്യമല്ല. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ബുംറയ്ക്ക് ടെസ്റ്റ് ക്യാപ്റ്റൻസി നൽകാതിരുന്നത്. മറ്റൊരാൾ അക്സർ പട്ടേലാണ്, T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ. പക്ഷേ അക്സർ ക്യാപ്റ്റൻ എന്ന നിലയിൽ IPLിൽ മികച്ച രീതിയിലല്ല പെർഫോം ചെയ്യുന്നത്. കൂടാതെ അക്സർ ബാറ്റിങ്ങിലും മോശം പെർഫോമൻസാണ് നടത്തുന്നത്. തിലക് വർമ്മ, അഭിഷേക് ശർമ്മ, ശിവൻ ദുബെ, ഇഷാൻ കിഷൻ തുടങ്ങിയ ടീമിലെ മറ്റു സ്ഥിര സാന്നിധ്യക്കാരേക്കാൾ സാധ്യതയും സീനിയോറിറ്റിയും സഞ്ജുവിന് തന്നെയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അയർലൻഡ് ഇംഗ്ലണ്ട് പരമ്പരകളിൽ സഞ്ജു ഇന്ത്യയെ നയിക്കുന്നത് കാണാം. ഇനി പെട്ടെന്നൊരു തീരുമാനമില്ലാതെ സൂര്യകുമാറിനെ ക്യാപ്റ്റനാക്കി തന്നെ നിലനിർത്തിയാൽ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനായി ഉയർത്താനും സാധ്യതയുണ്ട്. ചില പരമ്പരകളിൽ ക്യാപ്റ്റനാക്കി ഘട്ടം ഘട്ടമായി സഞ്ജുവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള മറ്റൊരു സാധ്യതയും കാണുന്നു. എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന വലിയ ഭാരത്തിനൊപ്പം ബാറ്റിങ്ങിലെ പെർഫോമൻസ് ഡിപ്പാകാതെ നോക്കുക എന്ന വലിയ ഉത്തരവാദിത്തം സഞ്ജുവിനുണ്ടാകും. അടുത്ത 2 വർഷം ഇന്ത്യക്ക് T20യിൽ ബിസി ഷെഡ്യൂളാണ്.
2028 T20 ലോകകപ്പിനൊപ്പം 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് കൂടി ഇന്ത്യയുടെ ലക്ഷ്യമാണ്. ഇതിൻ്റെ ആദ്യപടിയായാണ് അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള ടീം പ്രഖ്യാപനത്തെ ക്രിക്കറ്റ് ലോകം നോക്കിക്കാണുന്നത്. കാലം സഞ്ജുവിന് കത്തുവെച്ചത് എന്താകും? നല്ല കാലമെല്ലാം പുറത്തിരുന്ന സഞ്ജു ഇന്ത്യൻ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമോ? അതോ സഞ്ജുവിനേക്കാൾ മികച്ച ഓപ്ഷനുകൾ വേറെയുണ്ടോ?